പാർട്ട് 1 ആണ്. എന്താണ് സംഘികൾ? സംഘികള് രാജ്യസ്നേഹികളാണ്. അവർക്ക് രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഇന്ത്യൻ മഹാരാജ്യത്ത് അവരാണ് രാജ്യത്തിനോട് ഏറ്റവും സ്നേഹവും കൂറും അതല്ലെങ്കിൽ ആഭിമുഖ്യം വരെയുള്ള ഒരു പ്രത്യേകതരം രാജ്യസ്നേഹികളും സംഘികളാണ്. ഇപ്പം അവർ ആ രീതിയിലാണ് ആക്കി തീർക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള സംഘികളെടുത്ത് ചോദിച്ചു നോക്കുക ആരാണ് രാഷ്ട്രപിതാവ് എന്നുള്ളത്. അവിടെ ഇവർക്ക് മഹാത്മാഗാന്ധി എന്ന് പറയണോ അതല്ലെങ്കിൽ സർവർക്കർ ഗോഡ്സെ എന്ന് പറയണോ എന്നുള്ളത് ഒരു സംശയം ഒന്നും ഉണ്ടാവില്ല. അവരുടെ മനസ്സിലുള്ള അവരുടെ രാഷ്ട്രപിതാവ് ഗോഡ്സെ ആണ്. അപ്പൊ അങ്ങനെയുള്ള സംഘികള്, ആ സംഘികളാണ് ഇവിടെ രാജ്യസ്നേഹം പറഞ്ഞും കണ്ടും അതല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള മറ്റ് ന്യൂനപക്ഷ ടീംസിനെല്ലാം തീവ്രവാദികളാക്കലും അവരെ പാകിസ്ഥാനിലേക്ക് വിടുന്നത് അല്ലെങ്കിൽ റോമിലേക്ക് പറഞ്ഞയക്കാനൊക്കെ നിൽക്കുന്ന തരത്തിൽപ്പെട്ട സംഘികള്. ആ സംഖ്യകളാണ് ഈ രീതിയിൽ ഒന്നും കണ്ട് കേരളം അപകടത്തിലാണ്, കേരളം ജിഹാദികളുടെ കയ്യിലാണെന്നൊക്കെ പറഞ്ഞു കണ്ട് വേറൊരു രീതിയിൽ മോങ്ങണത്. അതേ സംഖ്യകൾ തന്നെയാണ് ഉത്തരേന്ത്യയിലും. അതുപോലെ ആ ഉത്തരേന്ത്യ മോഡലിൽ കേരളത്തിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള അമ്പലത്തിലേക്കടക്കം തൂറി എറിഞ്ഞിട്ടുള്ള സംഖ്യകള്, അതുപോലെ മാംസം കൊണ്ടുപോയിട്ടുള്ള സംഖ്യകള് അമ്പലത്തിനുള്ളിലാണെന്നുള്ളത് നോക്കണം. ആ സംഖ്യകളാണ് ഇപ്പം മതേതരത്വം പറയുന്നതും അതല്ലെങ്കിൽ ഇപ്പം ഈ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ വർഗീയതക്കെതിരെ മതേതര ജനാധിപത്യ ഇന്ത്യകൾക്ക് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനൗൺസ്മെന്റും ചെയ്തു നടക്കുന്ന സംഖ്യകള് അങ്ങനത്തെ സംഖ്യകളാണ്. സത്യത്തിൽ ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഇന്ത്യക്കാരാണ് അതല്ലെങ്കിൽ ഇന്ത്യന്റെ ഈ ഒരു സ്വാതന്ത്ര്യം അതല്ലെങ്കിൽ ആ ഒരു സമരകാലത്തൊക്കെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പങ്ക് ഈ സംഖ്യകൾക്ക് ഉണ്ടാവുമോ? സംഖ്യകള് വെറുതെ ഈ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ തരം സംഖ്യകളുണ്ട്. ഏറ്റവും താഴ്ന്ന സംഖ്യകൾ മുതൽ ഉയർന്ന സംഖ്യകൾ വരെ, ഉയർന്ന സംഖ്യകൾ മുതൽ താഴ്ന്ന സംഖ്യകൾ വരെയുള്ള ഒരു ചെറിയ നിരൂപണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഈ ബിഗ് ബോസിനെ കുറിച്ചുള്ള കണ്ടന്റ് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ ബിഗ് ബോസിന്റെ കണ്ടന്റ് കണ്ടുകൊണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ എന്നെ അങ്ങനെ ആ ഒരു കണ്ടന്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എനിക്ക് അതോട് മടുപ്പാണ്. ആ ഒരു രീതിയിൽ മാത്രം വ്യൂസ് ഒന്നും കിട്ടിയിട്ട് എനിക്ക് അരി മേടിക്കാനൊന്നും കഴിയൂല കേട്ടോ. ഇനി പരിപാടിക്കാന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമൊന്നല്ല, എനിക്ക് എന്റെ രാഷ്ട്രീയം പറയണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ സുഡാപ്പിന്നോ സംഘീന്നോ അല്ലെങ്കിൽ കോങ്കീന്നോ മൂരിന്നോ അല്ലെങ്കിൽ കമ്മിന്നോ ഒന്നും അല്ല കേട്ടോ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമില്ല. ഞാൻ പറഞ്ഞത് ഞാനെന്നുള്ള വ്യക്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്നുള്ളതാണ് രാഷ്ട്രീയം എന്നുള്ള വാക്കിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതെന്നായാലും അതിന്റെ ഒരു പാർട്ട് 1 ആണ് ഇത്. സംഖ്യകളാണെങ്കിലും ശരി, സുഡാപ്പികളാണെങ്കിലും ശരി, അല്ലെങ്കിൽ മതതീവ്രവാദം പറഞ്ഞെടുക്കുന്ന ഏത് ടീമുകളാണെങ്കിലും ശരി, നമുക്ക് എടുത്തിട്ടിട്ട് ഊക്ക് തന്നെ വേണം. അത്ര പറയാനുള്ള അവിടെ സംഘീന്നോ സുഡാപ്പിന്നോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇതൊന്നും എടുത്ത് വരാനില്ല. ഓക്കെ.